വോ വാട്ട്സ്അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കുറച്ച് ആഴ്ചകൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. ബിക്കോസ് നമ്മളൊരു 1-2 ആഴ്ച എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. നമ്മുടെ ഫസ്റ്റ് സെം എൻഡ് ചെയ്തു കഴിഞ്ഞ മാസം. അപ്പോൾ ഇപ്പോൾ നമുക്ക് സെം ബ്രേക്കാണ് സത്യത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു ജൂലൈ 20 ഇനി ക്ലാസ് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി വ്ളോഗ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും. നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് നമ്മുടെ ചോദിച്ചായിരുന്നു, നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ചേട്ടന്മാർ, നാട്ടിലുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു പുതിയ വീഡിയോസൊന്നും ഇടുന്നില്ലേ, എന്താ കാര്യമെന്ന്. ബിക്കോസ് ഇതായിരുന്നു കാര്യം, കുറച്ച് ബിസി ആയിരുന്നു, ജോലിയും പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. പക്ഷേ ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. കാര്യം നമ്മളൊരു ബ്രേക്കിന് ശേഷം വരുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു വ്ളോഗായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ ടൈറ്റിൽ വായിച്ചാണ്, നമ്മളൊരു ഹിഡൻ ജം ഓഫ് ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഹിഡൻ ജം ഓഫ് നോർത്ത് ഐലൻഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഹിഡൻ ജം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിക്കുക എന്താണ് ഈ ഹിഡൻ ജം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഹിഡൻ ജം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുന്നത്, ആർക്കും അധികം അറിയാത്ത ഒരു സ്പോട്ട്, പക്ഷേ എന്നാൽ അട്ടിപ്പൊളി. അതായത് ന്യൂസിലാൻഡിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി വാട്ടർഫോൾസാണ് ഒമനവ ഫോൾസ്. അപ്പോൾ നമ്മൾ ഈ ഒമനവ ഫോൾസിലേക്ക് ഹിഡൻ ജം എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒമനവ ഫോൾസിലേക്കുള്ള എൻട്രി ശരിക്കും ഇപ്പം റെസ്ട്രിക്റ്റഡ് ആണ് പബ്ലിക്കിന്. പക്ഷേ നമ്മളവിടെ ഒരു അഡ്വഞ്ചർ റൂട്ട് കണ്ടുപിടിച്ച് അതിൽ കൂടെ ഈ ഫോൾസിൽ ഇന്ന് എത്തുന്നതാണ് നമ്മുടെ ബ്ലോഗ്. ശരിക്കും പബ്ലിക് റെസ്ട്രിക്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എൻട്രി ഇല്ല, ഇല്ലീഗലാണ്. പക്ഷേ എന്നാൽ കൂടി നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സ് പോയതും കുറച്ച് ട്രക്കേഴ്സിൻ്റെയൊക്കെ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് അവരുടെ റൂട്ടുണ്ട് അവിടേക്ക്. അപ്പം അതൊരു കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. കാരണം ന്യൂസിലാൻഡിൽ വരുമ്പോഴത്തേക്കും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. സോ നമ്മൾ ദാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്, കഴിഞ്ഞ വ്ളോഗിലേക്ക് കണ്ട അഖിൽ, രോഹിത്, അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ കാർ ഇതാ അവിടെ റെഡിയാണ്. സോ ലെറ്റ്സ് ഗോ. നമ്മുടെ ലയൺ കിങ് ഓ സോ ഗൈസ്, നമ്മൾ കണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം പാർക്ക് ക്ലോസ്ഡ് ആണ്, നോ എൻട്രി സൈൻ ഉണ്ട്. നമ്മൾ പക്ഷേ ചാടി പോകാൻ പോവാം. എല്ലാവരും ഉണ്ട്. സോ ഗൈസ്, നമ്മൾ നമ്മുടെ സമ്മിറ്റിലെ ട്രാക്ക് തുടങ്ങിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടൊക്കെ കാണാനുണ്ട്, പക്ഷേ പുറത്തേക്ക് ആരെയും കാണാനില്ല. എന്തായാലും നമ്മൾ കയറി അകത്തുനിന്ന് നടക്കാൻ തുടങ്ങി.
ഒരു കേവ് പോലെ സംഭവത്തിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് സ്റ്റാർട്ടിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. യെസ്, നമ്മൾ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യോ ഗായ്സ്, നിങ്ങളിത് കാണുന്നുണ്ടോ? ലേക്ക് കാണുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ പോകാൻ പോണത്. എങ്ങനെയുണ്ട്? പൊളി പൊളി പൊളി. പയ്യെ നോക്കി പറഞ്ഞേ. ട്രാക്ക് നല്ല മോശമാണ്, അതുകൊണ്ടാണ് അവർ പാർക്ക് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷേ സംഭവം അഡ്വഞ്ചർ ലൈഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും വർത്ത് വൈൽ ട്രിപ്പാണിത്. ഇതുവരെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സ്ഥലമെല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. എന്തായാലും നമുക്ക് മുമ്പിലോട്ട് വന്ന് നോക്കാം ബാക്കി. എടാ ഇവിടെ ക്ലോസ് ചെയ്തേക്കുവാടാ. ഗൈസ്, ഇത് നമ്മൾ ക്ലോസ് ചെയ്തേക്കുവാണ്. സോ നമുക്ക് ഇതുവഴി പോകാൻ പറ്റില്ല, വേറെ ഏതോ വഴിയുണ്ട് ഇവിടെ. എടാ ഇതുവഴിയാ കയറുന്നത്. ഉണ്ട്, ഇതാ വഴി. പിടി ഞാൻ കയറാം ബസ്സിൽ. എടാ ഇതുവഴിയാടാ കയറുന്നത്. അതുവഴി കറങ്ങി കയറണം. കറക്റ്റാ. ഞാൻ കേരള ഇറ്റ്സ് ഈസി. എങ്ങോട്ടാ നീ ഇങ്ങനെ തന്നെ കയറണോ? നോക്കിയോ? പയ്യ അവിടെ സൈഡിലൊരു കല്ലുണ്ട്. ആ സൈഡിൽ ഇവിടെ ഒരു എനിക്ക് പേടിയാണ്. ഞാൻ വണ്ടിയിലുണ്ടാവട്ടെ, നമുക്ക് പോയാലോ? എടാ വായി സീനാണ് ക്യാമറ. കേറാൻ നല്ല സുഖം കേട്ടോ. സോ നമ്മള് എല്ലാരും കേറി ഒടുവിൽ അങ്ങനെ നമ്മൾ താണ്ടെ കണ്ടിന്യൂസ് യാത്ര മേലോട്ട് പോവാണ്. ട്രാക്ക് അറിയില്ല, വീഡിയോസിൽ കണ്ടൊരു പരിചയമുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഓക്കെ ഓക്കെ. Have faith, bro. Have faith. ഇവിടെ സ്ലിപ്പറിയാണ്.
ഓക്കെ വേണ്ട മല ഇറങ്ങുവാണ്. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കയറുന്നത് വലിയ പാടില്ല, ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. കാര്യം തെന്നും. സോ സൂക്ഷിച്ച് വേണം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പം റൈറ്റിലോട്ട് ലീൻ ചെയ്ത് വരുന്നത് നന്നായിരിക്കും. കാര്യം ലെഫ്റ്റിൽ താഴ്ച ആയതുകൊണ്ട് റൈറ്റിലോട്ട് ലീൻ ചെയ്യും. പയ്യെ പയ്യെ പയ്യെ. നമ്മൾ വിചാരിച്ച് എത്തിയെന്ന്, പക്ഷെ നമ്മളെ പറ്റിച്ച്. ഇനിയും ട്രാക്കുണ്ട്, അത്ര പെട്ടെന്നൊന്നും എത്തൂല. നമ്മൾ വിചാരിച്ച് ആ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എത്തുന്നു, പക്ഷേ ലെഫ്റ്റിലോട്ട് ഇനിയും ട്രാക്കുണ്ട്, കണ്ടുപിടിക്കണം. ഗൈസ് നമ്മളാണ്ടേ ഇവിടെ അവർ കയറ് കെട്ടിയിട്ടുണ്ട്. നമ്മൾ സ്റ്റെക്കായെന്ന് വിചാരിച്ചത്, പക്ഷെ സ്റ്റെക്കായിട്ടില്ല. കയറുണ്ട്, കുഴപ്പമില്ല. നല്ല കയറ് പൊട്ടി പോയില്ല, ബലമുള്ളതാണ്, കുഴപ്പമില്ല. എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ മറ്റേ പെട്ടമല കയറാൻ പോയതാണ്. കയറ് പൊട്ടിയോണ്ട് എടാ ഇത് നോക്കി, ഇതിനകത്ത് ചവിട്ടാം, അതിനകത്തും ചവിട്ടാം, ചവിട്ടി ചവിട്ടി ഇറങ്ങാം. ഭയങ്കര വഴുതലാണ്, സൂക്ഷിച്ച് തന്നെ. നമ്മൾ ഫോൾസിന്റെ ശബ്ദം കേട്ടു തുടങ്ങി. ഏകദേശം എത്താറായി. യെസ് ഗൈസ്, അടുത്ത നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ സ്റ്റേജ്. യെസ്, പക്ഷേ നോക്കിയതാണ്. യെസ്, ഫൈനൽ സ്റ്റെപ്പാണ്. അമൽ സർ നോക്കി നോക്കി ഇറങ്ങുന്നുണ്ട്. താഴെ അന്തസ് ഒരു എത്തും പിടിയും കിട്ടാണ്ട് വെറുതെ നിൽക്കുന്നുണ്ട്. അന്തസ് ബ്ലാക്ക് മാമ്പേ നോക്കി പോയിക്കാണ്. അന്തസിന് സ്വന്തമായിട്ടൊരു മാമ്പയുണ്ട്. അത് എണ്ണ ചേർക്കാൻ വേണ്ടി ഒരു ബ്ലാക്ക് മാമ്പേനും കൂടി നോക്കാൻ പോയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഫൈനൽ ഫേസിലേക്ക് എത്തിയിട്ടുണ്ട്. വൺ മോർ സ്റ്റേഴ്സ് ആൻഡ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്ക് കാണാം. എന്നാ പുച്ചിച്ചവന്മാരൊക്കെ വിടറാ വാ. യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. എന്റെ മുന്നേ അവിടെ എന്നാ വേറെ എഴുതിയാണ് മൊത്തം വായിച്ചോ? Masadas environment. എന്താ കാരണം? Clear of hydro power installation, pipeline, inland power, tunnel outlet, irrigation, other. Duty അല്ല അടിപൊളി കമന്റും കിട്ടും.
നമ്മുടെ ക്യാമറയല്ല, CCTV. വലിയൊരു സ്റ്റെപ്പ്. അതോ നമ്മൾ അതുവഴി ഇങ്ങനെ ഇറങ്ങിയിരുന്നു. അപ്പോൾ അതാണ് ശരിക്കുള്ള വഴി. ആ CC ക്യാം ഉണ്ടെന്നാ പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. എന്താ പറ്റിയടാ? എവിടെ? ഇങ്ങനെ നമുക്ക് ലെഫ്റ്റിലോട്ട് നടക്കാം. എവിടെ ആ ചാടണ്ടേ? യെസ് ഗൈസ്, നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഒമനവ ഫോൾസ്. ആ കേവിൻ്റെ ബ്യൂട്ടി നോക്കെ, വെള്ളത്തിൻ്റെ കളറും ഒക്കെ. ബട്ട് ഇത് സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ആണ്, അപ്പോൾ റിസ്ക് ഉണ്ട്. Don't try it at home, school or anywhere else. ഇവിടെ തന്നെ അതന്നെ വെറുതെ ഹാർഡ് വർക്ക് ചെയ്ത് എന്തായാലും ഹോൾസിലെത്തിയപ്പോൾ തന്നെ എന്തായാലും നമ്മൾ ഡ്രോൺ വെള്ളത്തിൽ വീണിട്ടുണ്ട്. എന്തായാലും അത് പിന്നെ അതോടെ ഡ്രോൺ ഷോട്ട് പോയി കിട്ടി. അതെന്തായാലും ഇനി നമ്മളൊന്നും ഹീറ്റ് ചെയ്യാതെ എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മളിപ്പം വന്ന് അവിടെ ഒരു ഭാഗത്തൊക്കെ കഴിഞ്ഞ് അടിപൊളി സ്പോട്ടാണ്, ഒന്നും പറയാനില്ല. അടിപൊളി സ്പോട്ടാണെന്ന് വെച്ചാൽ അടിപൊളി സ്പോട്ടാണ്. സോ ഓൺ റിസ്ക് ആണ്. അവിടെ ഒരു ക്യാമറ ഉണ്ട്, അതിനകത്തൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ, ആ സൈഡിലോട്ട് പോകരുത്. പിന്നെ അതാണ്ട് നമ്മുടെ ഫോൾസ് ഇതാണ്. നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്, ഒന്നും പറയാനില്ല. ലൊക്കേഷൻ ഒരു ഡ്രോൺ ഷോട്ട് എടുത്തായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, പക്ഷേ എടുക്കാൻ ഒരു നിവൃത്തിയില്ലാതായി പോയി. എന്തായാലും നമ്മൾ പോകാൻ നേരത്ത് ഒന്നുകൂടെ ട്രൈ ചെയ്യും. എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് പറ്റുമെങ്കിൽ എടുക്കും. അതായത് നമ്മളിവിടെ അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആണെങ്കിലും കണ്ടില്ലേ, വേറെ ആൾക്കാരൊക്കെ വരും. പുള്ളിക്കാരെ ഒറ്റയ്ക്ക് വന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും പോകാൻ വേണ്ടി നിൽക്കുവാണ്. എന്നാ പോവാം. No, this is our first time. എന്തായാലും നമുക്ക് ഡ്രോൺ ഷോട്ട് കിട്ടാത്തത് ഭയങ്കര ഒരു നഷ്ടമായി പോയി കേട്ടോ. നമുക്ക് ഡ്രോൺ ഷോട്ട് വേണമായിരുന്നു. ഡ്രോൺ ഷോട്ട് ഏരിയയിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഡ്രോണിൽ വെള്ളം കയറിയ കാരണം പിന്നെ ഓൺ ആക്കില്ല. വെറുതെ നമ്മൾ അകത്ത് വല്ലതും ഷോർട്ടായോന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഹീറ്റ് ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് എന്നാലും ഇന്നത്തെ ഷോട്ട് മിസ്സായി, അതാണ് ഏറ്റവും മിസ്റ്റേക്ക് പറ്റിയത്. അത്യാവശ്യം നല്ല ഡീപ്പാണ് കേട്ടോ വെള്ളം. ഓക്കെ, അത്യാവശ്യം നല്ല ഡീപ്പ്. ഓക്കെ, നമ്മളിങ്ങോട്ട് തിരിച്ചിറങ്ങാൻ നേരത്താണ്ട് അടുത്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടില്ല, നമ്മൾ എത്ര റെസ്ട്രിക്റ്റഡ് ആണെന്ന് പറഞ്ഞാലും ഈ യമുന ഫോൾസ് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. സോ ഗൈസ്, നമ്മളിപ്പോൾ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുക. നമുക്ക് ആകെ ഇവിടെ റിസ്ക് എന്ന് പറയാനായിട്ടുള്ളത് നമ്മളിവിടുത്തെ ഡേഞ്ചറാണ്. അതായത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴുള്ള ഡേഞ്ചറാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ വെള്ളം വലിയ ശാളമൊന്നുമല്ല, നമുക്ക് അടി കാണാൻ പറ്റും. എന്നാലും അത്യാവശ്യം താഴ്ചയുണ്ട്, എപ്പോഴും നോക്കിയാണ് ചെയ്യുക. പിന്നെ ഇവിടുത്തെ ഡ്രോൺ ഷോട്ടാണ് മിസ്സായത്. ഡ്രോൺ ഷോട്ട് നേരത്തെ പറഞ്ഞല്ലോ, വെള്ളത്തിൽ പോയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. എന്നാലും മാക്സിമം വേറെ വ്ളോഗേഴ്സ് വല്ലതും പോയ
ഡ്രോൺ ഷോട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് ജസ്റ്റ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ റിസ്ക് ആയിട്ടൊന്നുമില്ല. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 5 പേര് വന്നല്ലോടാ, ഒരു 5-6 പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർ നേരത്തെ കണ്ടല്ലോ താഴെ ട്രെയിനിൽ പോയത്. പിന്നെ നമ്മൾ ഈ പോകുന്ന പാത്ത് മാത്രമേ ഉള്ളൂ ഫുള്ള് ഇറക്കവും നല്ല കയറ്റവുമാണ്. നല്ല സ്റ്റാമിനയും വേണം, നല്ല സൂക്ഷിച്ച് വേണം വരാൻ. നേരത്തെ പറഞ്ഞ പോലെ ഷൂസ് എപ്പോഴും നല്ല ഗ്രിപ്പുള്ള ഷൂസ് ഇട്ടിട്ട് വരാം. അതാണ് പ്രശ്നം. അത് നോക്കിയിട്ട് വേണം വരാൻ. No, it's fine. സോ നമ്മളിപ്പോൾ ലാസ്റ്റ് തിരിച്ചിറങ്ങി ഏറ്റവും എൻഡിലെത്തിയപ്പോഴത്തേക്കും ഒരു കപ്പിൾസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവർ അവിടുത്തെ വഴിയൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ബാക്ക് ടു അവർ കാർ. ജസ്റ്റ് കുറച്ച് ഇറങ്ങി നമ്മൾ സ്ഥലത്തെത്തും, കാറിലെത്തും. നോക്കിയേ എന്നാ ബ്യൂട്ടിഫുള്ളാണ്. ആ ഡ്രോൺ ഷോട്ട് നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. നമ്മൾ അവിടെ ആ പാറയുടെ അടുത്ത് നിന്നാണ് നമ്മൾ കുളിച്ചത്. ആ ഒരു സ്പോട്ടിൽ കറങ്ങി നമ്മൾ തിരിച്ച് നമ്മൾ ആ ഗേറ്റിനടുത്ത് എത്തിയിട്ടുണ്ട്. So how was the experience, guys? Was it nice? It was absolutely amazing. Yeah, good. Very steep, stunning views. So how would you point the difficulty in the trekking out of 100? 1 out of 10, I would say 8. Yeah, 8. It's So like- that kind of difficult, right? Not too bad most of the part, but some tricky parts. So where are you guys Fine. from? I'm from Germany. Oh wow. Same, Germany. My brothers, just from here, Tauranga. Yeah. Good. So nice to meet you guys. Yeah. Absolutely. Enjoy it. Yeah. See ya. What are you guys doing on YouTube? No. Like, Living in a travel channel? Okay. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ പറയുന്നത് അഡ്വഞ്ചറസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാ ബോയ്സും കിടിലുമായിട്ട് ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പ്രതീക്ഷിക്കാത്തവർ പലരും ഇത് കംപ്ലീറ്റ് ചെയ്ത് വൻ സക്സസ്ഫുൾ ആയിട്ട്. അടിപൊളി സ്പോട്ടാണ്. ന്യൂസിലൻഡിലെ വൺ ഓഫ് ദ ഹിഡൻ ജെം തന്നെയാണ്. അങ്ങനെ പറയുന്ന 100% കറക്റ്റാണ് ഒമനാവ ഫോൾസ്. സോ റെസ്ട്രിക്റ്റഡ് ആണെങ്കിലും ഈ സ്ഥലത്ത് ഒരുപാട് പേര് വരുന്നുണ്ട് ടൂറിസ്റ്റ്. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ കണ്ടില്ല, ഒരുപാട് പേരെ കണ്ടായിരുന്നു. അപ്പോൾ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് ട്രക്കിങ് ആ ട്രയലാണ് ഡേഞ്ചറസ്, അല്ലാതെ നമ്മളെ വാട്ടറും അങ്ങനെയുള്ളതൊന്നും വലിയ സീനില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. KFC അഖിലിൻ്റെ. ഓക്കെ, അപ്പം നമ്മൾ കീപ്പ് ഓൺ സപ്പോർട്ടിങ്. നമ്മൾ ഇനി അടിപൊളി അഡ്വഞ്ചറസ് വീഡിയോസ് ഇടുന്നതായിരിക്കും. ഹിഡൻ ജം എന്ന് പറയുന്നത് ഒമനാവ ഫോൾസിനെ വെറുതെ അല്ല, നിങ്ങൾ കണ്ടല്ലോ വീഡിയോസ് അത്രയ്ക്ക് കിടിലുമാണ്. പക്ഷേ പാർക്ക് എന്തുകൊണ്ട് അവർ ഓപ്പൺ ആക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊന്ന് ബേസിക്കലി ആ വഴി ഇല്ലാത്തതുകൊണ്ടായിരിക്കും, നല്ല വഴി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. സോ ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ, സീ യു.